പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ അടഞ്ഞ വാതിലിനെ ഓർത്ത് കരയാതെ ദൈവം ഈ പകൽക്കാലം തുറക്കുന്ന പുതിയ വാതിലുകളെ ഓർത്ത് നമുക്ക് സന്തോഷിക്കാം. എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം ഞാൻ ആശംസിക്കുന്നു. ഈ പകലിൽ ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശത്തിലൂടെ ദൈവാത്മാവ് നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുന്നത്, അതേ പ്രിയരെ, ഇന്നലകളിൽ അടഞ്ഞുപോയ വാതിലിനെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടുന്നവരാണ്. ആ സങ്കടത്തെ ഈ പകൽക്കാലം മാറ്റിവെച്ചിട്ട് അതിനെ ഓർത്ത് കരയാതെ ഈ പ്രഭാതത്തിൽ ദൈവം തുറന്ന പുതിയ നന്മകളെ, പുതിയ വാതിലുകളെ, പുതിയ കരുതലുകളെ ഓർത്ത് നമുക്ക് സന്തോഷിക്കാം. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അവർ ദേശത്ത് വിളവ് അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന കിട്ടിയതുമില്ല. ആ ആണ്ട് അവർ കനാൻ ദേശത്തെ വിളവ് കൊണ്ട് ഉപദ്രവിച്ചു. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം കാലഘട്ടങ്ങൾക്കനുസരിച്ച് നമുക്ക് വേണ്ടി ചില കരുതലുകളെ കരുതുന്നവനാണ്. ഒരിക്കലും ചിന്തിക്കരുത് ദൈവത്തിൻ്റെ പ്രൊവിഷനുകൾ, ദൈവത്തിൻ്റെ കരുതലുകൾ നമ്മുടെ ബുദ്ധിക്ക് അകത്തൊതുങ്ങുന്നതാണെന്ന്, നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ നിലവുകൾക്കകത്ത് ഒതുങ്ങിപ്പോകുന്നതാണെന്നൊരിക്കലും ചിന്തിക്കരുത്. അത് നമ്മെ തെറ്റായ ധാരണയാണ്, അത് നമ്മെ തെറ്റായ രീതിയിൽ കൊണ്ടുപോകും. പക്ഷേ ആത്മാവിൽ ഞാൻ ഈ പകൽക്കാലം കൈമാറാം, കാലഘട്ടങ്ങൾക്കനുസരിച്ച് ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. ആരൊക്കെ ഈ പ്രഭാതത്തിൽ ഒത്തിരി സ്വപ്നങ്ങൾ ഒന്നും കാണാൻ കഴിയാതെ, ഞാൻ അങ്ങനെ പറയുക, ഒത്തിരി ആഗ്രഹങ്ങളൊന്നുമില്ലാതെ ഒരു മടിപ്പോടെ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നേ? എന്തിനു വേണ്ടിയാ ജീവിക്കുന്നേ? ഞാൻ ആഗ്രഹിച്ച വാതിൽ എനിക്ക് തുറന്നില്ലല്ലോ, എൻ്റെ മുമ്പിൽ വാതിൽ തുറന്ന വാതിൽ അടഞ്ഞല്ലോ, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ആ ജോലി എനിക്ക് വേണ്ടി ദൈവം തന്നില്ലല്ലോ, ആ അനുഗ്രഹം എനിക്ക് തന്നില്ലല്ലോ, ഞാൻ ചോദിച്ച നന്മ എനിക്ക് ദൈവം തന്നില്ലല്ലോ. നമ്മൾ നൂറുകണക്കിന് സങ്കടങ്ങളും ആകുലതകളും നൂറുകണക്കിന് ചിന്തകളും ആയിട്ടായിരിക്കും ഈ പ്രഭാതം നിങ്ങൾ എഴുന്നേറ്റ് വരുന്നത്. ആ രാജ്യത്തിൻ്റെ വാതിൽ എനിക്ക് തുറന്നില്ലല്ലോ, എത്ര പ്രാവശ്യം ഞാൻ എക്സാം എഴുതിയതാ, എന്നിട്ടും ഒരു വഴിയും ദൈവം എനിക്ക് വേണ്ടി തുറന്നു തന്നില്ലല്ലോ എന്നൊക്കെ ചിന്തയും ആകുലതയൊക്കെ കൊണ്ടായിരിക്കാം ഈ പ്രഭാതം നിങ്ങൾ എഴുന്നേറ്റ് വരുന്നത്. പക്ഷേ ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. ദൈവ കാലഘട്ടങ്ങൾക്കനുസരിച്ച് നമുക്ക് കരുതുന്നവനാണ്, നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. ഒരിക്കലും ചിന്തിക്കരുത് ദൈവം കരുതുന്ന കരുതലുകൾ അത് ശാശ്വതമല്ലെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ദൈവം കരുതുന്ന കരുതലുകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ മുഴുവനുമായിട്ട്, അല്ലെങ്കിൽ ഒരു കാലഘട്ടം മുഴുവനും നമ്മുടെ കൂടെ നമ്മൾ അനുഭവിക്കുന്ന നന്മകൾ മറ്റൊരു കാലഘട്ടമാകുമ്പോൾ നമ്മുടെ കൂടെ കാണണമെന്നില്ല. നമ്മുടെ തെറ്റിദ്ധാരണയാണ് ചില നന്മകൾ ആ വാതിലുകൾ ദൈവം അടയ്ക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന, അയ്യോ കർത്താവേ, നീ ആ നന്മ അടച്ചല്ലോ, വാതിലടച്ചല്ലോ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? മരണമല്ലാതെ, കണ്ണുനീരല്ലാതെ ഞങ്ങൾക്ക് ഒരു വഴിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ കൈമാറട്ടെ, ഏലിയാവിന് വേണ്ടി ദൈവം കാക്കയെ അയച്ചത് 3.5 വർഷക്കാലം മാത്രമാണ്. ആ കാക്കയുടെ വരവ് 3.5 വർഷം കഴിഞ്ഞപ്പോൾ നിന്ന് കേട്ടോ. പക്ഷെ അവിടെയൊന്നും കാക്കയുടെ വരവ് നിന്നപ്പോഴും സാറാപാത്തിലെ വിധവയെ ദൈവം ഒരുക്കിയവനാണ്. അതുകൊണ്ടാണ് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക, അടഞ്ഞ നന്മകളെ ഓർത്ത് കരയരുത്. അടഞ്ഞതൊന്നും ഇനി നിങ്ങൾക്കുള്ളതല്ല. ഇന്നലകളിൽ അനുഭവിച്ച പല നന്മകളും ആരൊക്കെ അടഞ്ഞ വാതിലിന് മുമ്പ് ഇരുന്ന് കരയുന്നുണ്ട്. മാറത്തടിച്ച് നെഞ്ചത്തടിച്ച് ആഗ്രഹിച്ച പല സ്വപ്നങ്ങളും നടക്കാതെ ആരൊക്കെയോ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുന്നുണ്ട്. ഞാൻ നിങ്ങളോട് കൈമാറാൻ, കുഞ്ഞേ, നടക്കാതെ പോയ സ്വപ്നങ്ങളൊന്നും അത് നിനക്കുള്ളതല്ല. ആഗ്രഹിച്ചിട്ട് നീ ചില നാളുകൾ അനുഭവിച്ചു, പെട്ടെന്ന് അടഞ്ഞുപോയ ഉപജീവനത്തിന്റെ മേഖല, പെട്ടെന്ന് അടഞ്ഞുപോയ രാജ്യങ്ങളുടെ വാതിലുകൾ, അതൊന്നും നിനക്കുള്ളതല്ല, അത് ശാശ്വതമല്ല. അതടഞ്ഞതിന് പിന്നിൽ ഒരു ദൈവത്തിന്റെ പദ്ധതിയുണ്ടെന്ന് ഈ പകൽക്കാലം വിശ്വസിക്ക്. അടഞ്ഞതിനെ ഓർത്ത് കരയാതെ ദൈവം കരുതിയ പുതിയ നന്മകളെ ഓർത്ത് കരയ്.
പ്രഭാതത്തിന് എന്നെ കേൾക്കുന്നുണ്ടോ? കാക്കയുടെ വരവ് നിന്നപ്പോഴും കിരീത്തിലെ വെള്ളം വറ്റിയപ്പോഴും ഏലിയാവ് കരഞ്ഞില്ല. ഏലിയാവിന് മനസ്സിലായി, എൻ്റെ ഇന്നലകളുടെ നന്മ അടഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേതോ വാതിൽ എനിക്ക് എവിടെയോ തുറന്നിട്ടുണ്ട്. ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് നിങ്ങളെ എൻകറേജ് ചെയ്യുക. ഈ പകൽക്കാലം അടഞ്ഞ വാതിലുകളെ ഓർത്ത് കരയാതെ ദൈവം നിനക്ക് തുറന്ന വാതിലുകളെ ഓർത്ത് സന്തോഷിക്ക്. ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്ക്. അടഞ്ഞ വാതിലുകൾക്കായി നന്ദി പറയുക. കാരണം അതിനേക്കാൾ ശ്രേഷ്ഠമായ വാതിലുകൾ ഈ പകൽക്കാലം 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്ത എൻ്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവ് നിങ്ങളെ എൻകറേജ് ചെയ്യുക. അടഞ്ഞ നന്മയുടെ കാലഘട്ടം തീർന്നു. പുതിയ നന്മകളെ കാണാൻ എൻ്റെ കണ്ണൊന്ന് തുറക്ക്. എലീശ ഗേഹസിയോട് പറയുന്നൊരു കാര്യമുണ്ട്. ഗേഹസിയെ, നിനക്ക് കാണണോ ദൈവത്തിന്റെ കരുതൽ? എലീശയുടെ ഒറ്റ പ്രാർത്ഥനയാണ്, കർത്താവേ, നീ എനിക്ക് വേണ്ടി ചെയ്തത് കാണേണ്ടതിന് ഇവന്റെ കണ്ണൊന്ന് തുറക്കണമേ. ഈ പ്രഭാതത്തിൽ ഞാനും അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, ഇമ്മലകളിൽ നടത്തിയ വഴികളല്ല, പുതിയ വഴികൾ അവിടെ മുൻപിൽ തുറന്നത് കാണേണ്ടതിന് ഈ പകൽക്കാലം അവിടെ വിശ്വാസത്തിന്റെ കണ്ണൊന്ന് തുറക്കണമേ. വിശ്വസിക്കുക കേട്ടോ. ദൈവം ഏതെങ്കിലും നന്മകൾ അടച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കാക്കയുടെ വരവ് നിന്നു പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും നന്മയുടെ വാതിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രതീക്ഷിക്കാത്ത സമയത്ത് ഏതോ വാതിൽ കോട്ടി അടച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി അതിനേക്കാൾ വലിയ വധയും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ പകൽക്കാലം കേട്ടോ, യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യം പറയുന്നത് കണ്ടോ? മന്ന നിന്നുപോയി. എപ്പോ മുതൽ? കനാന്റെ നന്മ അവർ അനുഭവിക്കുന്നതിന്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇന്നലെ ഏതൊക്കെ വാതിൽ അടഞ്ഞിട്ട് ഒരു പ്രതീക്ഷയുമില്ലാതെ ഈ ശബ്ദം കേൾക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ഏതൊക്കെ വാതിൽ നിന്നത്, അർഹതയില്ലാത്ത മന്ന നിന്നത്, ഒരിക്കലും പ്രതീക്ഷിക്കാതെ മരുഭൂമിയിൽ നീ കരഞ്ഞപ്പോൾ നിനക്ക് വേണ്ടി കൂടാരത്തിന്റെ മുൻപിൽ ആമേ മഞ്ഞയായി, മഞ്ഞയായി നിന്റെ ജീവിതത്തിനകത്ത് ദൈവം പൊഴിച്ചു തന്ന ചില നന്മകളില്ലേ? അർഹതയില്ലാതെ നിന്നെ തേടി നിന്റെ കൂടാരത്തിന്റെ മുൻപിൽ അതിരാവിലെ മഞ്ഞ് വീഴും, മഞ്ഞിന്റെ പുറത്ത് മഞ്ഞ വീഴും, മഞ്ഞയുടെ പുറത്ത് മഞ്ഞ് വീഴും. അതുപോലെ ദൈവം ശ്രേഷ്ഠമായി നിന്റെ കൂടാരത്തിന്റെ മുൻപിൽ, നിന്റെ കൂടാരത്തിന്റെ പടിവാതിക്കൽ തുറന്നു തന്ന ചില നന്മയില്ലേ, ചില മന്നയില്ലേ? ആ മന്ന നിന്നുപോയിട്ടുണ്ടെങ്കിൽ ഒരു ഉറപ്പ് ഞാൻ പറയാം, നീ എത്തേണ്ട കനാനിലെത്തിയിട്ടുണ്ട്. നീ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട, നിന്റെ പിതാക്കന്മാർ കേട്ട, നിന്റെ കുടുംബം കേട്ട, നീ കേട്ട ചില വാഗ്ദത്ത നിവർത്തിയിലേക്ക് സ്റ്റെപ്പ് എടുത്തു വച്ചപ്പോഴാണ് ചില മന്നകൾ നിന്നത്. ഈ പകൽക്കാലം നിന്നുപോയ മന്നകളെ ഓർത്തു കരയാതെ ദൈവം കരുതുന്ന കനാന്റെ ശ്രേഷ്ഠമായ മഹത്വത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ സന്തോഷിക്കുക. കനാന്റെ പ്രത്യേകത എന്താ? പാലും തേനും ഒഴുകുന്ന നാടാണ്, ഫലപുഷ്ടികളുടെ നാടാണ്. പ്രിയരെ, ഒരു നന്മ നിന്നത്, ഒരു വാതിലടഞ്ഞത്, ഒരു വഴി ദൈവം അടച്ചത്, ദൈവത്തിന് 7 വഴി നിനക്ക് വേണ്ടി തുറക്കാനാണ്. ഞാൻ ആത്മാവിൽ ധൈര്യത്തോടെ വിശ്വാസത്തോടെ കൈമാറാം. ഒരു വഴി നിനക്ക് ദൈവം അടച്ചത് 1000 വഴികൾ നിനക്ക് വേണ്ടി തുറന്നിട്ടാണ്. 1000 വാതിലുകൾ നിനക്ക് വേണ്ടി തുറന്നിട്ടാണ്. 1000 അനുഗ്രഹം നിനക്ക് വേണ്ടി ദൈവം ചെയ്തു വച്ചിട്ടാണ് ഒരു വഴി അടച്ചത്. അതുകൊണ്ട് ഈ പകൽക്കാലം നിന്നുപോയ മന്നയെ ഓർത്ത് കരയാതെ, ഇന്നലകളിൽ അനുഭവിച്ച ദൈവത്തിന്റെ മന്ന ശ്രേഷ്ഠമായിരുന്നു, ഇല്ല കുറച്ച് കാണുകയല്ല, അത് നന്മയാണ്, അത് അനുഗ്രഹമാണ്. കൂടാരത്തിന്റെ മുൻപിൽ ആ കാലഘട്ടത്തിൽ ദൈവത്തിന് നിനക്ക് തരാൻ ആഗ്രഹിച്ചതാണ്, നിനക്ക് ആവശ്യമായിരുന്നു. അത് മരുഭൂ പ്രയാണത്തിൽ നിനക്ക് അത്യന്താപേക്ഷിതമായിരുന്നു. പക്ഷേ ഇന്ന് നീ കനാന്റെ നന്മയിലേക്ക് കാലെടുത്തു വെച്ചപ്പോ ദൈവം നിനക്ക് വേണ്ടി മന്നയല്ല, ഒരു ദേശം മുഴുവനും നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുകയാണ്. ദൈവം
ദൈവം മുഴുവൻ, ഒരു ദേശം മുഴുവനും ദൈവം നിനക്ക് വേണ്ടി കരുതുകയാണ്. ഈ പകൽക്കാലം വിശ്വസിക്കാമോ? അടഞ്ഞുപോയ നന്മകൾ ഏതോ ഓർത്ത് കരയാതെ, നിന്നുപോയ ഏതോ മന്നയോർത്ത് കരയാതെ, ദൈവം തുറന്ന കനാന്റെ വിളവിനെ ഓർത്ത്, കനാന്റെ സമൃദ്ധിയോർത്ത് ഈ പ്രഭാതത്തിൽ സന്തോഷിക്കാൻ കഴിയുമോ? ഞാൻ വിശ്വസിക്കുന്നു ഈ സന്ദേശം നിങ്ങളുടെ റൂമിനകത്തെത്തുമ്പോൾ, നിങ്ങളുടെ അടുക്കൽ ഈ സന്ദേശം എത്തുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നീ യാത്ര ചെയ്താൽ ഇന്നലകളിൽ അടഞ്ഞ വാതിലുകളല്ല, ചില ശ്രേഷ്ഠമായത് ഈ പകൽക്കാലം നിന്റെ കണ്ണുകൊണ്ട് കാണും. നിന്റെ കുടുംബം അത് അനുഭവിക്കാൻ പോവാ. നിന്റെ തലമുറകൾ ആ നന്മകൾ കാണാൻ പോവാ. ശ്രേഷ്ഠമായ വഴികൾ, വാതിലുകൾ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരാൻ പോവുക. വിശ്വസിക്കാൻ തൻ്റെ ഇടമുണ്ടോ? ഈ പകൽക്കാലം ആത്മാവിൽ പറ, ചില മന്നകൾ നിന്നത് ഞാൻ കനാനിൻ്റെ വിളവ് അനുഭവിച്ച് തുടങ്ങാൻ വേണ്ടിയാണ്. ചില ദൈവം അടച്ചത് ശ്രേഷ്ഠമായ ചില നന്മകൾ നീ അനുഭവിച്ച് തുടങ്ങാൻ വേണ്ടിയാണ്. ചില ബന്ധങ്ങളെ ദൈവം വെട്ടിമാറ്റിയത്, ചില കൂട്ടുകളെ ദൈവം പൊളിച്ചത്, നീ ഒരിക്കലും പിരിയില്ലെന്ന് കരുതിയ ചിലതിനെ ദൈവം വെട്ടിമാറ്റിയത്, കുടുംബത്തിനകത്ത് പോലും പ്രതിസന്ധികൾ വന്നത്, നീ ഒറ്റപ്പെട്ടത്, ചില ശ്രേഷ്ഠമായത് ദൈവം നിനക്ക് വേണ്ടി തരാനാ. ജോലിയിടങ്ങളിൽ നീ ചില നന്മകളെ ദൈവം അടച്ചത്, ശ്രേഷ്ഠമായ ദൈവം നിന്നിൽ വെളിപ്പെടുത്താനാ. ഈ പകൽക്കാലം വിശ്വസിക്ക്, അടഞ്ഞുപോയ നന്മകളല്ല, ദൈവം തുറന്ന ചില ശ്രേഷ്ഠമായത്. അതിനെ ഓർത്ത് ഈ പകൽക്കാലം സന്തോഷിക്കാൻ കഴിയുമോ? എല്ലാ കണ്ണും ഒന്ന് ദൈവസ്ഥലം അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ദൈവാത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് വളരെ ബോധ്യം തരിക. ഈ പ്രഭാതത്തിനകത്ത് നിങ്ങളുടെ ജീവിതം തിരിയാൻ പോവുക. ശ്രേഷ്ഠമായ ചിലത് നിങ്ങളെ തേടി വരാൻ പോവുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. സ്വർഗമേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് എന്നോടുകൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അടഞ്ഞ വാതിലുകളെ ഓർത്തല്ല, അതിനെ ഓർത്ത് കരഞ്ഞത് നിർത്ത്. ദൈവത്തോട് പറ, എനിക്ക് വേണ്ടി തുറന്ന ചില ശ്രേഷ്ഠമായ നന്മകൾക്കാ നന്ദി പറയുന്നെന്ന് പറഞ്ഞാട്ടെ. സ്വർഗമേ, ഞാൻ ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഒത്തിരി കരയുന്നവരെന്നെ കേൾക്കുന്നുണ്ടപ്പാ. ഏതൊക്കെ വാതിലുകൾ അടഞ്ഞെന്ന് കരുതി, ഒരിക്കലും നിന്നു പോകില്ലെന്ന് കരുതി, ഏതൊക്കെ ബിസിനസ്സുകൾ അടഞ്ഞെന്ന് കരുതി, ഏതൊക്കെ മേഖലകൾക്കകത്ത് ശൂന്യത അനുഭവിക്കുന്നെന്ന് കരുതി, ഏതൊക്കെ മേഖലകൾക്കകത്ത് ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നുവെന്ന് കരുതി കരയുന്നവരുണ്ട്. ഈ പ്രഭാതത്തിൽ സ്വർഗമേ, ദൈവം അവർക്ക് വേണ്ടി തുറന്ന ചില ശ്രേഷ്ഠമായവ നീ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ നിരത്തണമേ. ഞാൻ ഈ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണപ്പാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇതുവരെ കാണാത്ത ചില നന്മകൾ ഈ പ്രഭാതത്തിൽ അവർ സ്റ്റെപ്പിൻ ചെയ്യട്ടെ. 24 മണിക്കൂറിനകം ചില ദൈവപ്രവർത്തികൾ, ചില ദൈവത്തിൻ്റെ ആഴമേറിയ സ്പർശനങ്ങൾ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. ദൈവമഹത്വത്താൽ മൂടി ഈ പ്രഭാതത്തിൽ, ഈ പകൽ അവരുടെ ജീവിതത്തിൽ പുതിയ വഴികൾ വെളിപ്പെടട്ടെ, പുതിയ വാതിലുകൾ തുറന്നു. ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അതേ പ്രിയരെ, നിന്നുപോയതിനെ ഓർത്ത് കരയാതെ, അടഞ്ഞുപോയ നിന്നുപോയ മന്നയെ ഓർത്ത് കരയാതെ, ദൈവം ഒരുക്കിയ ചില കനാന്റെ വിളവുകളെ ഓർത്ത് സന്തോഷിക്കുക. അടഞ്ഞുപോയ വാതിലിനെ ഓർത്ത് കരയാതെ, ദൈവം പുതുതായി തുറന്ന ശ്രേഷ്ഠമായ വാതിലിനെ ഓർത്ത് നമുക്ക് സന്തോഷിക്കാം. ഈ പകൽക്കാല വാതിലുകൾ തുറന്നു വരണമോ? Let us start our journey with Holy Spirit. ഈ പ്രഭാതം പരിശുദ്ധാത്മാവിൻ്റെ കൂടെ യാത്ര ചെയ്യാം. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ യാത്ര ചെയ്താൽ വാതിലുകൾ സ്വതവേ തുറന്നു വരും. ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് പറ, ഹോളി സ്പിരിറ്റ് ലീഡ് മീ ടുഡേ. ഈ പ്രഭാതം അമേ പരിശുദ്ധാത്മാവേ എന്നെ നയിച്ചാലും. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ചലിക്കും. ഈ പകൽക്കാലം അടഞ്ഞതല്ല, പുതിയ ശ്രേഷ്ഠമായ ദൈവം നിനക്ക് വേണ്ടി കരുതും. God bless you. Amen.